കൈനറ്റിക് ഹോണ്ട. എന്തു പറ്റി? കേടായോ? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾക്ക് ഹെൽപ്പ് ഓഫർ ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞിട്ട കുറെ ജീവിതങ്ങളുണ്ട്. രാവിലെ ഇറങ്ങിക്കോളും, വേറെ തൊഴിലൊന്നും ഇല്ലാത്ത പോലെ. കേട്ടോ മിസ്, പേരറിയില്ല, എന്തോ ആവട്ടെ. ഇപ്പഴീ പറഞ്ഞോണ്ടല്ലോ, അക്ഷരം പ്രതി ശരിയാണ്. 100% കറക്റ്റ്. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾക്ക് സഹായം ഓഫർ ചെയ്യാനും അതുവഴി ഒരു ലൈൻ ഇടാനും ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അത് കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടിയെ കാണാം. ആ വിശേഷം നിങ്ങൾ അറിയിക്കുന്നില്ല. യു ആർ എ BA. വാട്ട്? ബിലോ ആവറേജ്. വെരി മച്ച് ബിലോ ആവറേജ്. ഞാൻ ബിലോ ആവറേജ് ആണെന്ന്. സ്റ്റുപ്പിഡ്. ബാലസാറേ, ബാലസാറേ, ഇതാ ഹോസ്പിറ്റലെത്തി. ശകാരിക്കാനാണ് ഭാവം. മുഖം കണ്ടാൽ അറിയാം. ശകാരിച്ചോളൂ. അത് കേൾക്കാനുള്ള സുഖം ഓർത്തിട്ടാണ് ഇങ്ങോട്ട് തന്നെ പോകുന്നത്. BP എത്രയുണ്ടെന്നറിയോ? ഹെൽത്തിന്റെ കണ്ടീഷനെ കുറിച്ച് വല്ല ബോധമുണ്ടോ? ഇത്തരം ഭാരിച്ച കാര്യങ്ങളൊന്നും എനിക്ക് അറിയണ്ട രാജലക്ഷ്മി. ഈ കണക്കിന് പോയാൽ ഏറെ എത്തില്ലെന്നല്ലേ അറിയാം. നോ കംപ്ലൈൻസ്, നോ റിഗ്രറ്റ്സ്. പാലേട്ട, എന്തിനിങ്ങനെ അറിഞ്ഞുകൊണ്ട് സ്വയം? ശകാരിച്ചോളൂ, പക്ഷെ ഉപദേശം മാത്രം വേണ്ട. പാലേട്ട റെസ്റ്റ് എടുക്കൂ. ഉത്തരവ്. രാജലക്ഷ്മി, എന്താ പാലേട്ട? ഒന്നുമില്ല, പൊയ്ക്കോളൂ. നാശം. പുതിയ ബ്ലോക്കിന്റെ പണി തീരാൻ ഒരു 6 മാസം എടുക്കും. എന്നിട്ട് വേണം ചിൽഡ്രൻസ് വാർഡ് ഒരു പ്രത്യേക ബ്ലോക്കാക്കി മാറ്റാൻ. യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഉദ്ഘാടനമോ? എനിക്ക് ഈ വക ഫംഗ്ഷൻ ഒന്നും താല്പര്യമില്ലെന്ന് അറിഞ്ഞൂടെ? ഓഫ് കോഴ്സ്, വെൽക്കം. ശരി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. നിങ്ങൾ ചെറുപ്പക്കാർക്ക് ഇത് എന്തിന്റെ കുഴപ്പമാ? എന്താ ഡോക്ടർ? കമ്പനിന്ന് ബൈക്ക് തരുന്നെന്ന് കരുതി അതിന്റെ സൈലൻസർ ഇളക്കി വെച്ച് നാട് മുഴുവൻ ശബ്ദം ഉണ്ടാക്കി നടക്കണമെന്നുണ്ടോ? ഈ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിന് അത് എന്തൊരു ഡിസ്റ്റർബിംഗ് ആണെന്ന് അറിയാമോ? ഐ എം സോറി ഡോക്ടർ, സൈലൻസർ ഇളക്കി വെച്ചിട്ടല്ല. ബുള്ളറ്റ് വണ്ടിക്ക് മൊത്തത്തിലൊരു അല്പം സൗണ്ട് കൂടുതലാ. Then you better change the vehicle. ഈ ഹോസ്പിറ്റലിലേക്ക് ഇനിയും വരണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ. Of course doctor, I will consider it. Well doctor, I am from B&B Pharmaceuticals. ഈ ഏരിയയിലേക്ക് കഴിഞ്ഞ ആഴ്ച ട്രാൻസ്ഫർ ആയി വന്നതേ ഉള്ളൂ. And my name is B&B എന്നല്ലേ പറഞ്ഞേ? എങ്കിൽ കൂടുതലൊന്നും പറയണ്ട. നിങ്ങളുടെ കമ്പനിക്കെതിരായി ഞാൻ ഡ്രഗ് കൺട്രോൾ കഴിച്ച കംപ്ലൈന്റ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഫയലിൽ. 4 മാസത്തിന് മുമ്പ് ഒരു ഓർഡർ അങ്ങനെ തന്നെ റിജക്ട് ചെയ്തു. സബ്സ്റ്റാൻഡേർഡ് മെഡിസിൻസ്. അത് ഡോക്ടർ, പിന്നെ ആ പെർട്ടിക്കുലർ പീരിയഡിൽ ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. ഇനി അങ്ങനെ ഒരു പരാതി ഉണ്ടാവില്ല. എന്നെ ഇപ്പൊ ഈ ഏരിയയിലേക്ക് അയച്ചിരിക്കുന്നത് തന്നെ കമ്പനിയെ കുറിച്ചുള്ള ഈ ബാഡ് ഇംപ്രഷൻ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ എന്റെ ഇംപ്രഷൻ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയരുത് ഡോക്ടർ, ഒരബദ്ധം ആർക്കും പറ്റാം. പറ്റാം, ബട്ട് നോട്ട് ഇൻ ദിസ് ഫീൽഡ്. നിങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് അയക്കുന്നത് കളിക്കോപ്പുകളല്ല, മെഡിസിൻസ് ആണ്. മനുഷ്യന്റെ ജീവൻ കൊണ്ടാണ് കളിക്കുന്നത്. ഐ ഡോണ്ട് വാണ്ട് മൈ പേഷ്യൻസ് ടു സഫർ. അല്ല ഡോക്ടർ. നോക്കൂ മിസ്റ്റർ, മറ്റൊന്നും പറയാനില്ലല്ലോ. ഐ എം ലിറ്റിൽ ബിസി, പ്ലീസ്. ഇവിടെ കയറി വന്നാൽ ഇങ്ങനെ പെരുമാറുമെന്ന് ഇതിന് മുൻപ് അനുഭവമുള്ള എന്റെ കൊളീഗ്സ് പറഞ്ഞിരുന്നു. അവര് പറഞ്ഞ 100% ശരിയായി. പക്ഷെ ഡോക്ടർ, എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വന്നാൽ ഡോക്ടറിനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. സോറി. ഡോക്ടറുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഡോക്ടർ ക്ഷമിക്കില്ലേ? എന്നെ ഒരു മകനെ പോലെ കരുതണം. കമ്പനിക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ ഡോക്ടറെ കാല് പിടിക്കാം. പ്ലീസ് ഡോക്ടർ. താങ്ക് ഗോഡ്, ഓർഡർ കിട്ടിയില്ലെങ്കിൽ കൂടെ വിരോധമില്ല. ഡോക്ടർ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. ഈ കമ്പനിയിലെ ജോലി നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരില്ല. ഈ നാക്കുള്ളതുകൊണ്ട് എവിടെ ചെന്നാലും നിന്ന് വിളയ്ക്കാം. ഇതിലെ ജോലി നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരില്ല. ഈ നാക്കുള്ളതുകൊണ്ട്
എവിടെ ചെന്നാലും നിന്ന് വിളയ്ക്കാം. താങ്ക് യു ഫോർ ദി കോംപ്ലിമെന്റ്. നൗ യു ക്യാൻ ഗോ. അല്ല ഡോക്ടർ, ഞാൻ പറഞ്ഞു വന്നത് കമ്പനിയുടെ പ്രോഡക്ട്സ്. ദാ അതാണ് വാതില്. എന്താ ഈ രാത്രിയിൽ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് ഒരു ചന്തം നോക്കല്? വെറുതെ മുടി എങ്ങനെ ഇട്ടാലും ഇണക്കൊന്ന് നോക്കായിരുന്നു. മണി എത്രേ? ഉറക്കം വരുന്നില്ലേ? യെസ് ആന്റി. ഗുഡ് നൈറ്റ്. ആന്റി, ഒരു കാര്യം ചോദിച്ചാ നേരായിട്ട് പറയൂ. എന്താ കാര്യം? എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഒരു സൗന്ദര്യം ഇല്ലാണ്ട് ബിലോ ആവറേജ് അങ്ങനെയാണോ? ആരാ പറഞ്ഞ മണ്ടത്തരം? യു ആർ ബ്യൂട്ടിഫുൾ. താങ്ക്സ്. ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഡിയർ ഫാദർ, വന്ന ഉടനെ എഴുതണമെന്ന് കരുതി. പിന്നെ തോന്നി പുതിയ സ്ഥലവും ഇവിടുത്തെ ജോലിയും എല്ലാം ഒന്ന് ഇണങ്ങി വന്നിട്ടാവാൻ വിസ്തരിച്ചെഴുത്തുന്നു. ആദ്യം കിട്ടുന്ന അവധിക്ക് ഞാൻ വരും. കുട്ടികളെ എന്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കണം. എല്ലാവരോടും നന്നായി പഠിക്കാൻ പറയണം. മിടുക്കന്മാർക്ക് രാജു ചേട്ടൻ വരുമ്പോ സമ്മാനങ്ങൾ കൊണ്ടുവരും. ആരാ? മനസ്സിലായില്ല. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓ, നിങ്ങളാണല്ലേ പുതിയ റൂംമേറ്റ്? നിങ്ങളാണല്ലോ ഇവിടെ നേരത്തെ ഉള്ള റൂംമേറ്റ്. ഐ എം അജയൻ. അജി എന്ന് വിളിക്കും. ഐ എം രാജു, B&V ഫാർമസ്യൂട്ടിക്കൽസ്. ഹലോ. ഞാൻ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് സ്ഥലത്തില്ലായിരുന്നു. ഹെഡ് ഓഫീസിൽ നിന്നും തന്തപ്പുഴയുടെ എമർജൻസി മെസ്സേജ് വന്നു. ഉടനെ ചെല്ലാൻ. അടുത്ത് വിളിച്ചിരുത്തി മൂപ്പിൽ ഒരു ഗിരിപ്രഭാഷണം. ഈ കല്യാണം എന്ന് പറയുന്നത് നടക്കേണ്ട സമയത്ത് നടക്കണം. അത് ദൈവത്തിന്റെ ഒരു നിയോഗമാണ്. നീട്ടിക്കൊണ്ടു പോകുന്നത് തെറ്റാണ്. എന്റെ ആശാനെ ഞാൻ കരുതി എന്നെ പിടിച്ച് പെണ്ണ് കെട്ടിക്കുന്ന കാര്യമാണെന്ന്. അതല്ല, മൂപ്പിൽ സ്വന്തം കാര്യമാണ് പറഞ്ഞത്. അബൌട്ട് എ സെക്കൻഡ് മാരേജ്. അങ്ങനെ സ്വന്തം അച്ഛന്റെ വിവാഹ നിശ്ചയം ആദ്യ അവസാനക്കാരനായി നിന്ന് നടത്തിക്കൊടുത്ത ശേഷമുള്ള വരവാണ്. കല്യാണത്തിന് ഞാൻ പോവില്ല. ഒരു ടെലഗ്രാം കാച്ചു സ്വന്തം അച്ഛന്. വിഷ് എ ഹാപ്പി മാരീഡ് ലൈഫ്. സ്വന്തം മകൻ. കൺവേ മൈ റിഗാർഡ്സ്. രാജു, മോനെ ടൂത്ത് പേസ്റ്റ് ഉണ്ടാ? ഉണ്ടല്ലോ. എന്റെ ലോനപ്പേട്ടോ, രാവിലെ തന്നെ തുടങ്ങി ഓസ്. നീ നിന്റെ ജോലി നോക്ക്. പേസ്റ്റ് കടം തരാം, കുഴപ്പമില്ല. പക്ഷെ ബ്രഷും ടങ് ക്ലീനറും കയറി കടം ചോദിക്കല്ലേ. ഉമിക്കരി വേണേ ഞാൻ തരാം. ഒന്ന് പോടാ അവിടുന്ന്. ഷോ, ഓസ് ഓസ് എന്ന് പറഞ്ഞ പിന്നെ സോപ്പുണ്ടോ? സോപ്പ്. നിന്റെ ഒരു സോപ്പ്. അതെ. ഹലോ. ഹലോ. പർച്ചേസിന് ഇറങ്ങിയതാവും ഫ്രണ്ട്സ് എല്ലാരും കൂടി. അതെ. ഐ സി. ഇന്നത്തെ സ്കൂട്ട് എടുത്തില്ലേ? ഇല്ല. ബൈ ബൈ. ഞങ്ങൾ 3 പേരും കൂടി അത് കയറി ശരിയാവില്ല. ഓ അത് ശരി. എങ്കിൽ പിന്നെ കാർ എടുക്കായിരുന്നില്ലേ? കാർ ഫ്രീ ആയിരുന്നില്ല. ഓ ഐ സി. ബൈ ബൈ. ലുക്ക് മിസ്റ്റർ, ഇനി വല്ല ചോദ്യങ്ങളുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചൊരു കടലാസിൽ എഴുതി തന്നേക്ക്. സ്വസ്ഥമായിട്ടിരുന്ന് മറുപടി എഴുതി തരാം. വേറെ പണിയൊന്നുമില്ല മിസ്റ്റർ നിങ്ങൾക്ക്? B&V ഫാർമസ്യൂട്ടിക്കൽസ്. നൈസ് മീറ്റിംഗ് യു. സീ യു അഗൈൻ. കുറച്ചു നേരം ആയല്ലോ അച്ഛൻ എറിഞ്ഞു വാട്ടുന്നു.
ഇതപ്പോ തുടങ്ങി ഈ സെൽഫ് പ്രൊമോഷൻ? അത് ഞാൻ ചുമ്മാ പറഞ്ഞ അവരുടെ ലോക്യം പറയുന്നു മാത്രം. അതെ അതെ, ലോഹിയത്തിൽ നിന്ന് തന്നെ തുടക്കം. ഏതാ ഈ പ്രോഡക്റ്റ്? ചുമ്മാ കിടന്ന് ഉരുളാളിയാ. വിവരമായിട്ടും പറഞ്ഞേ. മോനെ രാജു, ഇതാ രാജു. രാജു, നിന്റെ ഈ പ്രായത്തിൽ ഏതെങ്കിലും ഒരു പെൺകൊച്ചിനോട് അങ്ങനെ ഒരു വികാരം തോന്നി യാതൊരു തെറ്റുമില്ല. കാര്യം എന്താന്ന് വെച്ചാൽ അങ്ങ് തുറന്ന് പറ. തുറന്നു പറയാനായിട്ട് അതിന് കാര്യം എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? ഇല്ലാതെ പിന്നെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതോ? എന്ത് കണ്ടെന്ന്? ആ 3 പെമ്പിള്ളേരുടെ നടുവിൽ താനൊരു ശ്രീകൃഷ്ണനെ പോലെ നിന്ന് ശൃംഗരിച്ചത്. നോക്കൂ രാജു, A+B ഹോൾ സ്ക്വയർ എന്ന് വന്നാൽ അത് എത്രയാവുന്ന കണ്ടുപിടിക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കും ഉണ്ട് അല്ലേ? അതെ അതെ. നേര് പറയൂ, ആ. ആരാ കക്ഷി? എങ്ങനെയാ തുടക്കം? ഇപ്പോൾ ഏത് സ്റ്റേജ് വരെ എത്തി? വെറുതെ മനുഷ്യനെ പിടിച്ച് കൊരങ്ങാക്കരുത് കേട്ടോ. രാജു, ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ മുറിയിലെ അന്തവാസികളല്ല അളിയ. അത് ഓർത്തിട്ടെങ്കിലും നീ നേര് പറ. എന്റെ പൊന്നജി, നീ കരുതുമ്പോൾ ഒരു ചുക്കുമില്ല. പിന്നെ എനിക്കിത് കേൾക്കുമ്പോഴാ നോക്ക്, ആരെങ്കിലും ഒരു പ്രേമലേനി വീണെന്ന് കേട്ടാ അവരെ മനസ്സറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക എന്റെ പണ്ട് തൊട്ടുള്ള ഒരു ബലഹീനതയാ. നിന്റെ തുണയ്ക്ക് ഞാനുണ്ട്. അളിയും കാര്യം പറ. പറയിപ്പിച്ചേ ഞങ്ങൾ അടങ്ങും. ഒന്ന് പറഞ്ഞുതരാ രാജു, എന്നിട്ട് വേണം നമുക്കൊന്ന് ആഘോഷിക്കാൻ. പാവം പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചാ നമ്മൾ ആരും അറിയത്തില്ലല്ലോ. ദൈവത്തിന്റെ നേരുകൊണ്ടാ എന്റെ കൺമുമ്പിൽ തന്നെ വന്ന് പാല് മുറിഞ്ഞത്. ആണോ? എനിക്ക് കേട്ടോ, എനിക്ക് അവളോട് ഇഷ്ടമാണ്. അതിനിപ്പോ നിങ്ങൾക്ക് എന്ത് വേണം? കോടടിയാ കൈ കൊടുക്കാൻ വരട്ടെ. അവളെ ഇഷ്ടമാണ്, ശരി. പക്ഷെ ഐറ്റംസ് 3 എണ്ണം ഉണ്ടായിരുന്നല്ലോ, അതിലേതാണ് ഈ അവൾ? പിന്നെ നമ്മുടെ കക്ഷികൾ ഞാൻ അവിടെ നിന്ന് പോയിട്ട് ഇപ്പൊ ഇനി വരാം. നീ അവിടെ ഇരിക്കുന്ന ഒരു മിനിറ്റ്. ഹലോ കേൾസ്, പഴയതുപോലെ വായി നോക്കി നടക്കാൻ സമയം കിട്ടുന്നത്. ഐ എം വെരി ബിസി. അജി, അജി, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? കൊറേ നാളായല്ലോ. സോറി എന്റെ അളിയ, പണ്ട് പരിചയമുള്ള പെങ്കൊച്ചുങ്ങളെ തരത്തിന് കിട്ടിയപ്പോൾ ഒരു റിന്യൂവൽ ലൈൻ അടിച്ചല്ലേ. കൊള്ളാൻ വേറെ ആരെയും കിട്ടിയില്ലായിരിക്കും. അത് നീ എത്ര ഫീൽ ചെയ്യുന്ന എന്തിനാ? See you again. Bye. ബൈ ബൈ. എന്തിനാ വെറുതെ ഒരു സിയു പറഞ്ഞ് ഇവിടെ വെച്ച് യാത്ര അയക്കിയത്? ചെന്ന് എവിടം വരെയാണെന്ന് വെച്ചാ കൊണ്ടാക്കിട്ട് പോരെ. അത്രയും നേരം കൂടി കൊള്ളാലോ. എന്തോ 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 ഇങ്ങോട്ട് നോക്കി. എന്താ കുറച്ചു മുമ്പ് പറഞ്ഞത്? സൊല്ലാം വേറെ ആരെയും കിട്ടിയില്ല എന്ന്. അപ്പോ ഞാൻ സൊല്ലുകയല്ല നിനക്ക് വിഷമം, ഇവരോട് സൊല്ലുകയിലാണ്. അങ്ങനെ വഴിക്ക് വാ മോനെ. ഇക്കൂട്ടത്തിൽ നിന്റെ പ്രതി ഉണ്ടായിരുന്നു. വെറുതെ താൻ എന്തൊക്കെയാ പറയുന്നത്? ഇന്ദു, സതി, ഉഷ, ഇതിലേതാണ് അളിയാ നിന്റെ പ്രതി? ആ, എനിക്കൊന്നും അറിയില്ല. ഇന്ദു ആകാൻ വഴിയില്ല. പ്രാണനിൽ കൊതിയുള്ള ഒരുത്തനും അവളെ കയറി പ്രേമിക്കില്ല. എന്താ കോളേജ് കെമിസ്ട്രി ലാബിൽ വെച്ച് എന്തോ തമാശ പറഞ്ഞതിന് ഡെമോൺസ്ട്രേറ്ററുടെ മുഖത്ത് ആസിഡ് നിറച്ച ടെസ്റ്റ് ട്യൂബ് വലിച്ചെറിഞ്ഞ കക്ഷിയാണ്. അവളെ പ്രേമിക്കാനുള്ള ധൈര്യം ഏതായാലും നിനക്കില്ല. പിന്നെ ഉള്ളത് ഉഷ. തെറ്റില്ല, അസൽ സ്പോർട്സ് അത്ലറ്റ് ആണ് നമ്മുടെ PT ഉഷ ലൈൻ. റൊമാൻസിലാണെങ്കിൽ 1-2 പ്രീവിയസ് എക്സ്പീരിയൻസും ഉണ്ട്. ഹായ് ഉഷ. Hi, അജി. രാവിലെ പ്രാക്ടീസിന് ഇറങ്ങിയായിരിക്കും. Yeah. അജി രമേശിനെ അറിയില്ലല്ലേ? ഇല്ല. ഇതെന്റെ വുഡ്ബിയാ. ഹലോ. പുള്ളിക്കാരൻ സ്റ്റേറ്റ്സിലാ. മാരേജ് കഴിഞ്ഞാ ഞങ്ങൾ സ്റ്റേറ്റ്സിലേക്ക് പോകും. രമേശ്, ഇത് മിസ്റ്റർ അജയൻ, a friend of mine. ഹലോ. നൈസ് മീറ്റിംഗ് യു. See you, അജയ്. See you. അപ്പോ ഉഷ കളരിക്ക് പുറത്ത്, ഇനിയുള്ളത് സതിയാ. ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചാൽ സതി സത്യം പറയൂ? ചോദിച്ചോളൂ. സതിക്ക് സതിയുടെ മനസ്സിൽ, അതായത് വാട്ട് ഐ മീൻ ഈസ്. എന്തിനാ ഇങ്ങനെ വളച്ചേട്ട് ചോദിക്കുന്നേ? നേരെ തുറന്നു ചോദിച്ചൂടെ? ഓഫ് കോഴ്സ് ചോദിക്കാം. എന്നാലും എന്നാലും വേണ്ട, ചോദിക്കാതെ തന്നെ ഞാൻ പറയട്ടെ. എന്ത്? എത്ര നാളെ ഞാൻ ഈ ചോദ്യം ഒന്ന് കേൾക്കാൻ കൊതിച്ചു തുടങ്ങിയത്. എനിക്ക് അജയ് ഇഷ്ടാ. ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടായി. ആ ഉണ്ട കണ്ണും നീളൻ മൂക്കും എല്ലാം. ആണുങ്ങളായ ഇതുപോലെ ഇരിക്കണം. അജയ്, യു ആർ ദ പെർഫെക്റ്റ് മാൻ ഓഫ് മൈ ഡ്രീംസ്. സതി.